അപ്പോൾ ഇന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അമല പോളിനെയാണ് കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ ഇത്. തിരുട്ടുപ്പയലെ 2 എന്ന തമിഴ് മൂവിയിലെ ക്യാരക്ടറാണ് അമല പോളിൻ്റേത്. അകല്യ സെൽവം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ സീനിൽ ഒരു യെല്ലോ കോളറുള്ള ടോപ്പാണ് ഇടുന്നത്. പക്ഷെ എനിക്ക് കോളറുള്ള ഒന്നും കിട്ടിയില്ല. യെല്ലോ കളർ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഈ ടോപ്പിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലാക്ക് ലെഗിൻസും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പിലോട്ട് ഇടക്കാം. സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ ഇതിൽ അമല പോളിന്. അങ്ങനെ ഇപ്പോഴത്തെ അൺസഹിക്കബിൾ ചൂട് കാണാൻ ഞാൻ മുടിയെല്ലാം കൂടെ വാരിക്കെട്ടി വെച്ചു. എന്നിട്ട് നേരെ പൗഡർ ഇടുവാണ്. എനിക്ക് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. ഒരുങ്ങനെ വേറെ ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ഡാസ്ലറിന്റെ പൗഡർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജനിച്ചിട്ട് ഇത്രയും വർഷം പല പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി പൗഡർ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എത്ര വിയർത്താലും അത് ഒലിച്ചൊന്നും പോത്തില്ല. നമ്മൾ ഒപ്പിയെടുത്താലും അത് അങ്ങനെ തന്നെ ആ ഗ്ലോ കാണും. പിന്നെ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മെറൂൺ ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഐബ്രോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു. ഇനി ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. എത്ര ഐ ഷാഡോ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക് വെച്ച് ഇടുന്ന പോലെയുള്ള കംഫർട്ട് എനിക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ചെറിയ റെഡ് ഷെയ്ഡ് പോലത്തെ ഒരെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ഇടുന്ന കാണാം. പിന്നെ എനിക്കും അത് ഇഷ്ടമാണ് ഇടുന്നത്. ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മറിഞ്ഞിരിക്കുമല്ലോ. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഐലൈനർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ലുക്ക് മാറിയിട്ട് കണ്ണൊക്കെ ഒന്ന് എൻഹാൻസ് ആയിട്ട് നല്ല ലുക്കാവും. പിന്നെ ഈ സീനിൽ അമലാപ്പോൾ ഇടുന്ന ആക്സസറീസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ഒരു ചെറിയ റിങ്സ് പോലത്തെ കമ്മലാണ് ഇടുന്നത്. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു നൈസ് മാലയും മൂക്കുത്തേയും 2 റിങ്ങും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ മെയിൻ ഒരു ഐറ്റം ഉണ്ട്, പൊട്ടില്ലാതെ ഒരു കളിയില്ല കേട്ടോ. അപ്പൊ ഇനി ഒരു റീല് കണ്ടാലോ? படிச்சு முடிச்சிட்டு கல்யாணத்துக்கு வெயிட் பண்ணிட்டு இருக்கேன். என்ன கட்டிக்கிறீங்களா? ஐயே, உங்களுக்கு சிரிக்கவே வரல. உங்களை கட்டிட்டு நான் என்ன பண்றது?